35 സീറ്റിലേക്ക് ചുരുങ്ങിയ പ്രതിപക്ഷത്തെ ആരാകും ഇനി നയിക്കുക? പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് എത്തിയേക്കില്ല. പകരം പാർട്ടി പരിഗണിക്കുന്നത് ആരെയാകും? നമുക്ക് നോക്കാം. റഹീസ് റഷീദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി നേരിട്ടിരിക്കുകയാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ. ഇനി നമ്മൾ പിണറായി വിജയൻ ആകില്ല ഇനി പ്രതിപക്ഷത്തെത്തിയാലും എൽ ഡി എഫിനെ നയിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ധാരണ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും കരുത്തുറ്റ ഒരുപാട് നേതാക്കൾ ഈ ഇടത് നിരയിലുണ്ട്, അവരിൽ ആരെങ്കിലും എത്തും എന്നുള്ള ചർച്ചകളൊക്കെ ആ തരത്തിലും സജീവമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ കരുത്തന്മാരെല്ലാം തോറ്റുപോയ ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് ഇന്ന് നമ്മൾ കണ്ടത്. അങ്ങനെയെങ്കിൽ ആ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിലേക്ക് ഇനി ആരാകും എത്താൻ സാധ്യത? റഹീസ്, വലിയ പരാജയം ഏറ്റുവാങ്ങിയ CPIM-നെ നിയമസഭയിൽ ആര് നയിക്കും എന്നതാണ് പ്രസക്തമായ അടുത്ത ചോദ്യം. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ധർമ്മടത്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവിന്റെ പദവിയിലേക്ക് അദ്ദേഹം വരാനുള്ള സാധ്യതകളില്ല എന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. 6-ാം തീയതി ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാകും. നിലവിലെ തീരുമാനം അനുസരിച്ച് അല്ലെങ്കിൽ പാർട്ടി നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർക്കിടയിലുള്ള ചർച്ചയനുസരിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗമായ KN ബാലഗോപാൽ, കൊട്ടാരക്കരയിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്, മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. KN ബാലഗോപാൽ പ്രതിപക്ഷ നേതാവാകാനാണ് എല്ലാ സാധ്യതയെന്നും എന്നാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. മറ്റു സാധ്യതകൾ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് വിജയിച്ച മറ്റു 2 പേരേ ഉള്ളൂ. ഒന്ന് PA മുഹമ്മദ് റിയാസാണ്, മറ്റൊന്ന് സജി ചെറിയാനാണ്. അവരുടെ പേരുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് മനസ്സിലാക്കുന്നു. KN ബാലഗോപാൽ തന്നെ അടുത്ത നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ നേതാവായി വരാനാണ് എല്ലാ സാധ്യതകളും. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.